കരൾ തുറക്കുന്ന കാരുണ്യം, അത് ഇത്തിരി നല്ലതാണ്, ഒരുപാട് നല്ലതാണ്. കാരുണ്യം നമ്മൾ അത്രമാത്രം ആത്മാർത്ഥതയിൽ നിർവഹിക്കാൻ കഴിയണം. ഇതിന് എനിക്കൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത് ഇതാണ്. ഞാൻ ഒരിക്കൽ ഒരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പം എൻ്റെ ഇടവകയുടെ അടുത്ത് ഞങ്ങൾ സാധാരണ ഇതിലെ ഇടവകയിൽ ഈ സന്നദ്ധ സംഘടനകൾ, പിള്ളേർ, മിഷൻ ലീഗ് പിള്ളേർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അവരിൽ തന്നെ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. എല്ലായിടത്തും ഞാനൊരു ചെറിയ ഗ്രൂപ്പുകൾ, ഇങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പിള്ളേരെ കൊണ്ട് ഞങ്ങളിങ്ങനെ വലിയ കാർന്നവന്മാരെയൊക്കെ കാണിക്കാനൊക്കെ കൊണ്ടുപോകും. ഈ വൃത്തമന്ദിരത്തിലുള്ള കാർന്നവന്മാരുണ്ട്. ഈ കാർന്നവന്മാരുടെ അടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി വർത്താനമൊക്കെ പറഞ്ഞ്, ഈ കാർന്നവന്മാർക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് ഞാൻ പോകും, വർത്താനമൊക്കെ പറയും, കുറേ നേരം അവിടെ നിൽക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് അവർക്ക് വല്ല ആഹാരത്തിന് വേണ്ടതുള്ളത് അവരെ ഏൽപ്പിക്കും. അവർ നടത്തുന്ന സിസ്റ്റേഴ്സിനെയോ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കും. അപ്പോൾ അവർ സാധാരണഗതി ചെയ്യാറുണ്ടായിരുന്നത്, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ ഭക്ഷണ സാധനം ഇല്ലാതെ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചേക്ക്, നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. കാരണം സാധാരണ ആൾക്കാർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇടവകയിലുള്ളവരും അവിടെ ചെല്ലുന്നവരും ഒക്കെ അവർക്ക് വേണ്ടത് ഇങ്ങനെ ദാനമായിട്ട്, ഇങ്ങനെ സംഭാവനകളായിട്ട് കൊടുത്ത് പോകുന്നുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്യുക വണ്ടിയെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് അവർക്ക് എന്നോട് അത്ര സ്വാതന്ത്ര്യമുള്ളൊരു ടീമാണെന്ന് ഓർത്തേക്കണം. സ്വാതന്ത്ര്യമുള്ളൊരു ടീമായിരുന്നു. ഞാൻ വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ അടിച്ച് ഞാൻ ഫോൺ എടുത്തു. ഹലോ, എന്നാണ്ട് വിശേഷമൊക്കെ അച്ഛനാണ്. ആദ്യം ഞാൻ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്നാണ് സാധാരണ പറയാറുള്ളത്. അത് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ അടുത്തിരുന്ന് നോട്ട് ചെയ്തു, ഇതെന്താ കഥ. ഞാൻ ലോകയല്ല, സാധാരണ ഡ്രസ്സായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് വർത്തമാനമൊന്നും പറയാതെ ഇനി ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വണ്ടിയെ കയറി ഞാൻ അധികം വർത്തമാനം പറയുകയില്ല. ഒന്നാമത് ഞാൻ അധികം നന്നായിട്ട് സംസാരിക്കുന്ന പ്രകൃതമാണ്. പക്ഷേ എനിക്ക് വണ്ടിയെ കയറിയാൽ ഞാൻ പിന്നെ വളരെ വളരെ ശാന്തനാണ്. കാരണം എനിക്ക് ചിലപ്പോൾ തല കറങ്ങും, അങ്ങനെയൊക്കെ ഒരു വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫോൺ വന്നു ഞാൻ എടുത്തു. എന്നാ, ആരാണ്? സിസ്റ്ററാണ്. ഓക്കെ, എന്നാ സിസ്റ്റർ, ഇന്ന് കഞ്ഞിയില്ല അച്ഛാ. ഇതേ വാക്കാ പറയണേ, ഇന്ന് കഞ്ഞിയില്ല. എന്നാ കഞ്ഞി? അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് വൈകിട്ടത്തേന് അവർക്ക് അരിയില്ല അവിടെ, ഇന്ന് വൈകിട്ടത്തേന് അരിയില്ല. അപ്പോൾ എന്നാ ചെയ്യണ്ടേ? ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ വെച്ചു. ഞാൻ അന്നേരം അവിടെ എൻ്റെ അടുത്തുള്ള ഒരു കടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞില്ല, 2 ചാക്ക് ഇന്നടുത്തൊന്ന് എത്തിക്കണം, ഇന്ന വൃത്തമന്ദിരത്തിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈസ ഞാൻ വന്നതിന് ശേഷം തരാം. അന്നേരം അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ നാളത്തെ ഇച്ചിരി ഉണ്ട്. വേറെ ആരും കേൾക്കുന്നില്ല, ഞാൻ പറയുന്നതേ അടുത്തിരിക്കുന്നതും കേൾക്കുന്നുള്ളൂ, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. നമ്മുടെ ചെവിയിലേക്കല്ല പറഞ്ഞത്. ഇന്നാളും ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു, അവൻ കൊണ്ടേ കൊടുത്തോളും കേട്ടോ, കൊടുത്തോളും, നല്ല മനുഷ്യരാണ് അവർ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നാളത്തെ അച്ഛാ ഞാൻ പറഞ്ഞാൽ ഒന്നിച്ച് ഞാൻ ഒന്നിച്ച് തന്നേക്കടാ, താമസിക്കുകയല്ല, നമുക്ക് ഉടനെ തന്നെ തന്നേക്കും, നീ അവിടെ ഉടനെ ഇപ്പം തന്നെ എത്തിക്കണം, ഇന്ന് വൈകിട്ട് അവർക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവൻ്റെ അടുത്ത് അരിപ്പ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാമെന്നേ, അരിയൊക്കെ അവൻ്റെ അടുത്ത് മുമ്പിലുണ്ട്, വലിയ ഹോൾസെയിലൊക്കെ പുറത്ത് പാട്ടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് അരി അവരുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചതുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, കുഴപ്പമില്ലല്ലോ. ഇവിടെ എപ്പോഴും സ്റ്റോക്കാണ്, അവിടെ അരിയില്ലെന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ഈ ഹോൾസെയിൽ കടയിലേ. ഇനിയിപ്പോൾ 2 ചാക്ക് ഇങ്ങോട്ട് വിട്ടു, അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അങ്ങനെയേ കണ്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇവൻ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിടാ, അത് ഉടനെ തന്നേക്കാം, പ്രശ്നമില്ല, കുഴപ്പമില്ല, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വലിയ വിശ്വാസമൊക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുത്തോളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനത് കഴിഞ്ഞ് കൂളായി. എനിക്ക് പിന്നെ എന്താ പറയുക, എന്നിട്ട് അന്നേരം ഞാൻ സിസ്റ്ററിനെ വിളിച്ചു, പക്ഷേ ഇന്ന് അവിടെ 2 അരി കൊണ്ട് വരും, നിങ്ങൾക്ക് വല്ല ചില്ലറ സാധനം വേണമെങ്കിൽ അവനോടൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്, അതും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അതിന് വേണ്ട ഇപ്പം അരിയില്ലെന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ഞാൻ പറഞ്ഞു, ആ നമ്പർ വിളിച്ച് പറഞ്ഞേക്ക്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേണ്ടത് അവിടെ മേടിച്ചോളാൻ പറഞ്ഞു. ഇത് പറഞ്ഞത് എൻ്റെ അടുത്തിരുന്നയാൾ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. ഞാൻ എന്നിട്ട് ശാന്തനായിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അത് 2 അച്ഛനാണോ? ഞാൻ പറഞ്ഞു അച്ഛനാ. എന്നാ പരിപാടിയൊക്കെ? അച്ഛൻ്റെ പരിപാടികളൊക്കെ ആണ്. വേറെ എന്നാ പരിപാടികൾ? നമുക്കിങ്ങനെ അച്ഛൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛാ ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നെ ഒത്തിരി വളർത്തിയതാ അച്ഛാ. ഞാൻ പുള്ളിയുടെ അനുഭവം പറയാണ്. പുള്ളി പറഞ്ഞു, അച്ഛാ കുറുപ്പന്തറ എന്ന് പറഞ്ഞ നാട്ടിലുള്ളൊരു സ്ഥലമാണ്. കുറുപ്പന്തറ ടൗണിൽ ഞാൻ ഒന്നുമില്ലാതെ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. അന്ന് കുറുപ്പന്തറ അങ്ങാടിയിൽ ചെന്നപ്പോൾ അവിടെ ചന്തയ്ക്കടുത്തുള്ള ഒരു ചായക്കടക്കാരൻ എന്നെ വിളിച്ച്
എനിക്ക് ചായ തന്നു. ഞാൻ കരഞ്ഞപ്പോൾ, അത് കൊച്ചായിരുന്ന മനുഷ്യൻ, വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടും വിഷമം കൊണ്ടും ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ 14-ാമത്തെ വയസ്സിൽ, അല്ല 14 പോലും ആയില്ല, 14-ാമത്തെ വയസ്സിൽ, 10ാം ക്ലാസ്സിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം 14-ാമത്തെ വയസ്സിൽ ഒരു രാത്രി മുഴുവനും ചന്തയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വിശന്നിട്ട് ഒന്നും മേലാതെ ഈ മനുഷ്യൻ കരഞ്ഞു. കൊച്ച് കരയുന്നത് കണ്ടിട്ട് ചായക്കടക്കാരന് ഇവനെ വിളിക്കുന്നു. എന്നാടാ? അവൻ പറഞ്ഞു, വിശന്നിട്ടാ. ഒന്നുമില്ല. ഈ ചായക്കടക്കാരൻ അവിടുന്ന് ദോശയും, അന്നത്തെ കാലത്ത് ദോശ ചമ്മന്തിയൊക്കെ ഉള്ളൂ, ആ ദോശയും ചമ്മന്തിയും കട്ടൻ ചായയും കൊടുത്തു. പാലൊഴിച്ച് കൊടുക്കാൻ ഞാൻ മറ്റുള്ളവർക്ക് കാശ് കിട്ടുന്നവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ പാലൊഴിക്കാതെ കട്ടൻ ചായയും കൊടുത്തു. അന്നേരം ഇവൻ പറഞ്ഞു, ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് നിന്നോട്ടെ, കാരണം എന്നാ ചിലക്ക് തിന്നാൻ കിട്ടിയാൽ മതി, അതിനു വേണ്ടി ചോദിച്ചു. പക്ഷേ അങ്ങനെ പറഞ്ഞു, നീ ഇവിടെ ഒരു പണി മേടിച്ച പോലെ എനിക്ക് തന്നെ ഇവിടെ പണിയില്ല. പിന്നെ കൊച്ചു കരയുന്നത് കണ്ടിട്ട് അച്ഛൻ ഈ ചേട്ടായി കൊടുത്തതാണ്. അതൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണല്ലോ, അന്നത്തെ കാലത്ത് ആർക്കും ഇല്ല. അപ്പം ഇവൻ നിന്നിട്ട് കരഞ്ഞോണ്ട് അവിടെ നിന്നു. ഈ മനുഷ്യൻ എന്തോ അലിവ് തോന്നി ഈ കൊച്ചിനോട്. ഈ കൊച്ചിനോട് അലിവ് തോന്നിയിട്ട് ആ മനുഷ്യൻ അലമാരയിൽ നിന്നും 1 രൂപ എടുത്ത് ഇവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എങ്ങോട്ടും പോകണ്ട, നീ ഇവിടെ നിന്നു. നീ ഇതിൻ്റെ അടുത്ത് ഈ 1 രൂപ കൊണ്ട് ചെറിയൊരു കച്ചവടം തുടങ്ങുക. എന്താ കച്ചവടമാണ് 1 രൂപ കൊണ്ട് തുടങ്ങാൻ പറ്റുന്നത്? 1 രൂപയേ ഉള്ളൂ. കുറുപ്പന്തറ അങ്ങാടിയിൽ ചന്തയിൽ 1 രൂപ കൊണ്ട് കച്ചവടം ചെയ്ത് എന്നെ ദൈവം ഇവിടെ എത്തിച്ചെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏതാനും പച്ചക്കറി അന്ന് മേടിച്ചു കൊണ്ടുവന്ന് ആ കടയുടെ മൂലയ്ക്ക് വെച്ചു. ആ 1 രൂപ കൊണ്ട് ഞാൻ തുടങ്ങിയതാച്ചാന്ന് പറഞ്ഞു. 1 രൂപ. ഇന്ന് ദൈവം എനിക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്നോട് ഒരു കാര്യം ചെയ്യണം, ഇതാ ഇപ്പം അച്ഛൻ പറഞ്ഞ ആ പൈസയൊക്കെ ഞാൻ അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, അനുഗ്രഹം ഇങ്ങോട്ട് വന്നോളും, അങ്ങോട്ട് ചെല്ലണ്ട, അങ്ങോട്ട് ചെല്ലണ്ട. ഞാൻ അവിടെ പറയുന്ന കേട്ടതേ ഉള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് തുറക്കുന്ന മേഖല, കരള് തുറക്കുന്ന കാരുണ്യമാകാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം 1 രൂപക്കാരനെ പോലും വളർത്തും. അതും ദാനമായി ഒരു മനുഷ്യൻ കൊടുത്തതാ. പറയാ, അതുകൊണ്ട് ഞാൻ അച്ഛാ ഇന്ന് ഇല്ലാത്തതിൻ്റെ വേദന എനിക്ക് അറിയാം. കഞ്ഞി കിട്ടാനില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ ഇടംബലം നോക്കിയാലെന്ന് പറഞ്ഞു. പിന്നെ എത്രയാണെങ്കിലും ഞാൻ ചെയ്തിരിക്കും, എത്രയാണെങ്കിലും ചെയ്തിരിക്കും. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഇന്ന് ഇല്ല. അന്നേരം അച്ഛൻ പറഞ്ഞ മറുപടിയിൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞത്, മറുപടി ഇത് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛൻ എപ്പോൾ വേണേലും എന്നെ വിളിച്ചു, എനിക്കൊരു കാർഡും തന്നു, എപ്പോൾ വേണേലും എന്നെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഞാൻ പറയും, ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എനിക്കില്ലല്ലോ എന്ന്. ഈ ഇല്ലായ്മയിൽ നിന്നെ വളർത്താൻ ദൈവത്തിന് കഴിയുന്നേ. നീ മാന്യനും നല്ലവനും നല്ല രീതിയിൽ അത് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നിനക്ക് ചിലപ്പോൾ 1 രൂപയേ ഉണ്ടാവുള്ളൂ, പക്ഷെ ദൈവം നിന്നെ വളർത്തിയിരിക്കും. നിന്റെ മനോഭാവം മാറാതിരുന്നാൽ മതി വളരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. വളർന്നു വന്ന വഴി മറക്കരുതെന്ന് കാരണന്മാർ പറയല്ലേ, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലായ്മയിൽ നിന്നും വളർന്നു വന്നതാണെങ്കിൽ കാരണന്മാർ അത് പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും അറിയത്തില്ല കേട്ടോ. ഇല്ലായ്മയിൽ നിന്നാണ് ഇവിടെ വന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. അവരുടെ വിചാരം എല്ലാം ഈ ബോഷ് എല്ലാം നമുക്ക് ഇങ്ങനെ ഇരുന്നതായിരുന്നു എന്നാണ് പറഞ്ഞത് നേരത്തെ. നമ്മുടെ ഈ മെഴ്സിഡസ് ഒക്കെ മനസ്സിലായില്ലേ, സ്കോഡ, സ്കാ മനസ്സിലായില്ലേ, BMW. ഞാൻ ജർമ്മനിലായതുകൊണ്ട് ഈ സൂപ്പർ സാധനങ്ങളുടെ പേരെനിക്കറിയാം. സാധനം ഇല്ലേലും ദ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളെല്ലാം